ഏപ്രിൽ 28 പൊന്നുൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. ഈ വേനൽ കാലത്ത് നമുക്ക് നല്ല ചൂടല്ലേ, അപ്പോൾ വെള്ളത്തിലൊക്കെ ഒന്ന് കിടക്കുന്നത് നല്ലൊരു ശരീരത്തിനൊരു കൂളിങ്ങൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോഴാണ് പാണേലിപ്പൂര് പോകാമെന്ന് വിചാരിച്ചത്. വെള്ളം ഉണ്ടാകുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ചെറിയൊരു യാത്ര എന്ന രീതിയിൽ വീട്ടിൽ നിന്നൊരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. എവിടെ പോയാലും ലേറ്റായിട്ടേ പോകുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ ഒന്നും ആദ്യമേ പ്ലാൻ ചെയ്തതല്ല ചെയ്യുന്നത്. അപ്പം അങ്ങോട്ട് എങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നു അപ്പം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങോട്ട് പോകാൻ പതിവ്. അതുപോലെ തന്നെയായിരുന്നു ഇതും. പിന്നെ ഒരു സ്ഥലത്തും പോകണ്ടെന്നൊക്കെ വിചാരിച്ചാണ്. വെയിലൊക്കെ അല്ലേ, നമുക്ക് ഭയങ്കര ചൂടും ഇതൊക്കെ ആയതുകൊണ്ടിട്ട് പോകണ്ട, വീട്ടിൽ തന്നെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പൊന്നു സമ്മതിക്കുന്നുണ്ടായില്ല. പൊന്നുവിന് ബർത്ത്ഡേ ആകുമ്പോൾ കേക്ക് മസ്റ്റാണ്, ഗിഫ്റ്റ് മസ്റ്റാണ്, പിന്നെ അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ പോകണം. അതാണ് പൊന്നു ഭയങ്കര എന്താ പറയുക, പൊന്നുവിനൊക്കെ ഇങ്ങനെ എപ്പോഴും അവളുടെ ഈ 3 പേരുടെ അതെ നമ്മളങ്ങനെ ആയിരിക്കും. ബർത്ത്ഡേയിൽ അന്ന് പുറത്തേക്കൊക്കെ പോകുമായിരിക്കും. ഈവൻ എൻ്റെ ബർത്ത്ഡേക്കും നമ്മൾ പുറത്തേക്കൊക്കെ പോകും. അപ്പോൾ എൻ്റെ മാത്രം പോവില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ പോയി കിടക്കാമെന്നെങ്കിലും വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അവിടെ കറക്റ്റ് ടൈമിലൊന്നും അറിയില്ലായിരുന്നു. ഇനി നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ നല്ല പണി കിട്ടി. അതായത് റോഡിൽ നമ്മൾ കയറുന്ന സ്ഥലത്ത് ഒന്ന് പാർക്ക് ചെയ്തിട്ടാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയത്. ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ടിക്കറ്റൊക്കെ എടുക്കുന്ന ആ ഭാഗത്തൊക്കെ കൊണ്ടുവന്ന് എടുക്കാൻ പറ്റില്ല. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ ഒരുപാട് നടക്കേണ്ടി വന്നു. കുറേ നടന്നു. പിന്നെ വെള്ളത്തിൽ കിടക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് നടന്ന് അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഓർത്തത് ഗൂഗിൾ പേ ആണ്. കയ്യിൽ പൈസ വെക്കാറില്ല, ഗൂഗിൾ പേ ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പണി കിട്ടി. അയ്യോ, ഇത്രയും നടന്ന് വന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു ബ്രോ അവിടെ നിൽക്കുന്നുണ്ട്. പുള്ളിനോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് പുള്ളിയുടെ കയ്യിലിരിക്കുന്ന ക്യാഷായിട്ട് തന്നു. അപ്പോൾ ആ സന്തോഷത്തിൽ പിന്നെയും ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. ഇവിടെ നടന്നിട്ട് എത്തണമില്ല. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലതാണ്. കാരണം വെള്ളത്തിലൊക്കെ ഇറങ്ങി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു സ്പേസ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരം ഉള്ളത് തന്നെയാണ്. അപ്പം നല്ല രസമുണ്ട് ഇതുപോലെയൊക്കെ കാണാനും. വെള്ളം ഇങ്ങനെ കിടക്കുന്നതൊക്കെ നല്ല ഭംഗിയുണ്ട്. ആ അറ്റ്മോസ്ഫിയർ നല്ല അടിപൊളി കൂളിങ്. പിന്നെ അതുപോലെ തന്നെ ഒരു ശാന്ത പ്രദേശം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പോയിട്ടുണ്ട്, പക്ഷെ കുറേ നാൾക്ക് മുമ്പാണ് പോയേക്കുന്നത്. കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും പാണലിപ്പൂര് പോകുന്നത്. ഈ വെള്ളം നോക്കിയാണ് കേട്ടോ പോകുന്നത്. കാരണം വെള്ളത്തിൽ കുറച്ച് നേരം കിടക്കാമല്ലോ എന്നുള്ള രീതിയിൽ പോയതാണ്. അങ്ങനെ വെള്ളം കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. അയ്യോ, എത്രയും വേഗം ഏതെങ്കിലും ഒരു സ്പോട്ട് എത്തിയെങ്കിൽ ഇറങ്ങായിരുന്നു എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ലേറ്റായിട്ട് ചെന്ന കാരണം ഇവിടെ ട്രീ ഹൗസൊക്കെ കണ്ട നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ ലേറ്റായിട്ട് ചെന്ന കാരണം ഒരുപാട് നേരം നിൽക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഇറങ്ങിയത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കൊക്കെ അവിടെ 5 മണിക്കൊക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്ന ഗാർഡൊക്കെ നമ്മൾ അവിടെ നിന്ന് വേഗം പൊക്കോ എന്നൊക്കെ പറഞ്ഞ് വിടുമായിരുന്നു. കാരണം അവിടെ നിർത്തില്ല പിന്നെ ആ ടൈം കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം മാത്രം കിട്ടിയുള്ളൂ. നന്നായിട്ട് അങ്ങോട്ട് ആസ്വദിച്ച് ഒരുപാട് നേരം നിൽക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എന്തായാലും നേരത്തെ ഇറങ്ങിയാലാണ് കുറച്ച് നേരം കൂടി ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചെറിയ ഊഞ്ഞാലകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ചു ആണെങ്കിൽ ഊഞ്ഞാലയിൽ കയറണമെന്നും പറഞ്ഞിട്ടൊക്കെ ഭയങ്കര വാശിയായിരുന്നു. വരുമ്പോൾ കയറ്റാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. പക്ഷേ വന്നപ്പോഴേക്കും ലേറ്റായ കാരണം പിന്നെ ഊഞ്ഞാലയിലൊക്കെ കുട്ടികളിരുന്ന് ആടെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളൊന്നും വേഗം അങ്ങോട്ട് പോയി നമുക്ക് പാർക്കിൽ പോകാമെന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് വേഗം പോയത്. അങ്ങനെ ഇതിൻ്റെയൊക്കെ പാറകളുടെയൊക്കെ ഇടയിലൂടെ നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് ഒന്ന് ഇറങ്ങാൻ പറ്റുന്നൊരു സ്പോട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നടക്കാനുണ്ട് കേട്ടോ. നടന്ന് നമ്മൾ ക്ഷീണിക്കും. ഒന്നാമത് ഞങ്ങൾ പാർക്ക് ചെയ്തത് റോട്ടിൽ, നമ്മൾ ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗത്തായത് കൊണ്ടിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവിടെ നിന്ന് മുതൽ നടക്കേണ്ടി വന്നു. അപ്പോൾ കുറേ ലോങ് ഉണ്ടായിരുന്നു നമ്മൾ നടന്നത്.
ഒന്നാമത് ടിക്കറ്റ് എടുത്തതിൻ്റെ നമുക്ക് ഒത്തിരി നടക്കാനുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കാർ പാർക്കിംഗ് ചെയ്തത് റോട്ടിലായതുകൊണ്ട് തന്നെ അവരത് കയറ്റുന്നുണ്ടായില്ലായിരുന്നു. കാരണം നല്ല ഫുള്ളാണ് അവിടെ, പാർക്കിംഗ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ, പിന്നെ നമ്മൾ അവിടെ തന്നെ ഇടാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ മുതൽ നമുക്ക് നന്നായിട്ട് നടക്കേണ്ടി വന്നു. ഒന്നാമത് നടക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത കാരണം നന്നായിട്ട് ഒറ്റയടിക്ക് ഒരാഴ്ചത്തേക്കുള്ള എക്സസൈസ് ചെയ്ത പോലെ. അപ്പോൾ അങ്ങനെ നമ്മൾ വേഗം സ്പീഡിൽ നടക്കണം, വേഗം നടക്കുക, ടൈം പോകുമെന്നും പറഞ്ഞിട്ടും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള ചെറിയൊരു സ്പോട്ടുണ്ട്. ആ ട്രീയുടെ മേളിൽ ഒക്കെ ഇരുന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ ഇവിടേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ വിചാരിച്ച് നമുക്ക് ഇവിടെ ഇറങ്ങിയാലോ എന്ന്, പിന്നെ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, നമുക്ക് കുറച്ചും കൂടി നീങ്ങിയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അതായത് വെള്ളത്തിലൊക്കെ പോയി നിൽക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതേ ഒരു പാലം കണ്ടത്. അപ്പോൾ പിന്നെ അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പോകണമെന്നൊരാഗ്രഹം. പിന്നെ കുഞ്ഞു കുഴികളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നോക്കിയില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പതിയെ പേടിയുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഈ ഹുർമീസ് എന്ന് പറഞ്ഞാൽ അവർ. അതൊക്കെ കടന്ന് നമുക്കൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. സ്പോട്ട് നോക്കിക്കൊണ്ടാണ് ഈ കാക്ക ഫസ്റ്റ് തന്നെ പോകുന്നത്. അത് നമുക്ക് ഒത്തിരി കുറേ ക്രൗഡിൻ്റെ ഇടയിൽ നിൽക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്കിങ്ങനെ ഒരുപാട് ക്രൗഡില്ലാത്ത ഇതിൽ നിൽക്കാനാണ് ഞങ്ങൾക്കിഷ്ടം കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു സ്പേസ് കിട്ടി. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാമെന്നൊക്കെ. വെള്ളം കണ്ടപ്പോൾ തന്നെ ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാമെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈം എനിക്ക് ഇറങ്ങുമ്പോൾ തന്നെ ചെറിയൊരു പേടി പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് കല്ല് കുറച്ച് വഴറ്റലുണ്ട്, ഇങ്ങനെ തെന്നിപ്പോകുന്നുണ്ട്. പൊന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ യാതൊരു ഇതുമില്ല. പൊന്നുവിനൊക്കെ ഇങ്ങനെ വെള്ളം കണ്ടാലൊക്കെ ഒരു പേടിയില്ല, ഒന്നുമില്ല, ആളങ്ങോട്ട് ഇറങ്ങിക്കോളും. അപ്പോൾ ഇക്കാകെയൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങളും ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇനി വെള്ളത്തിലിറങ്ങാം. ഇനിയിപ്പോൾ ഫോണൊന്നും എടുക്കാനായിട്ടുള്ള ഇതില്ല. നമ്മൾ ഫുള്ളും അതിൻ്റെ ഉള്ളിൽ കിടന്ന് നല്ല കളിയായിരുന്നു. പക്ഷേ അതൊന്നും നമ്മൾ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കാരണം വെള്ളത്തിൽ ഫോണൊക്കെ വെള്ളം കണ്ടപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഇതും പോയി, ഫോണൊന്നും വേണ്ട പിന്നെ. അപ്പോൾ നല്ല കണ്ടോ വഴറ്റലുണ്ട്. പൊന്നിന് ഭയങ്കര ധൃതിയാണ് എല്ലാ സ്ഥലത്തേക്കും. ഇങ്ങനെ എന്താ പറയുക, പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇങ്ങനെ ആക്രാന്തം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പെട്ടെന്ന് എത്തണം അവർക്ക് എല്ലാ ഇതും. അപ്പം അങ്ങനെ പിന്നെ അച്ചു ആമയുടെ കയ്യിലിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിനി വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് വരാം. ഒരു 5 മണിയായപ്പോഴേക്കും കാട് വന്നിട്ട് പൊക്കോളാൻ പറഞ്ഞ് നമ്മളിങ്ങനെ വിടുമായിരുന്നു. അവിടെയുള്ള എല്ലാവരോടും ടൈം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഇക്കാക്കൊക്കെ അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് മാറി. അച്ചുവിനെ വേഗം തലയൊക്കെ തൊടിപ്പിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി. ഗേൾസിനൊക്കെ നമുക്ക് ഡ്രസ്സ് മാറാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് പോകാനായിട്ട് നടക്കുകയാണ്. ഇവിടെ നിന്ന് ദൂരം നടക്കണം. ഇനി പോകുമ്പോൾ അവിടെ എത്തണമല്ലോ എന്നുള്ളൊരു ഇൻട്രസ്റ്റിലായിരുന്നു. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വണ്ടി ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്നുള്ളൊരു ഇതായിപ്പോയി. ഇവിടെയൊക്കെ നിറച്ച് വണ്ടി വന്നത്, നമ്മളിവിടെ പാർക്ക് ചെയ്തത് അവിടെയൊക്കെ നിറച്ച് വണ്ടിയായിരുന്നു. അപ്പം നമ്മുടെ വണ്ടി എത്തി. നമുക്കിനി വണ്ടി കയറി വീട്ടിൽ പോകാം. അപ്പോൾ ഞങ്ങൾ നൈറ്റ് ഫുഡ് പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ധാബയിൽ പോയി ഫുഡൊക്കെ അടിച്ചു. നമ്മൾ ഇങ്ങനെ ഇവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ടും വീട്ടിൽ വലിയ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കുന്നതാട്ടോ, ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണ്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും വെച്ചില്ല. പുറത്ത് പോയി ഫുഡ് കഴിക്കാം, നൈറ്റ് ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നേച്ച്.
അപ്പോൾ അങ്ങനെ താപ്പി പോയി നമുക്ക് ഡിന്നർ അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ ഓർഡർ ചെയ്തു. പൊന്നുവിനൊക്കെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് ഇതൊക്കെയാണ് ഇഷ്ടം. പൊന്നു എപ്പോൾ പോയാലും ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ നൂഡിൽസ് ഇതായിരിക്കും ഓർഡർ ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസ്, നൂഡിൽസാണ് ഓർഡർ ചെയ്തത്. ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ബട്ടർ ചിക്കനാണ്. പിന്നെ ഞങ്ങൾ ബട്ടർ ചിക്കനും നാനും ആയിരുന്നു ഞാനും ഇക്കാക്കയും കഴിച്ചത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൊന്നുവിൻ്റെ ബർത്ത്ഡേയുടെ അന്നത്തെ ദിവസം. ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി സുഖമായിട്ട് ഇറങ്ങി. അപ്പോൾ ഓക്കെ, താങ്ക് യു.